കേക്കിലേക്ക് ഡാർക്ക് കളർ ആക്കാൻ വേണ്ടി നമ്മൾ ക്രീമിലേക്ക് ഒരുപാട് കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ക്രീമിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് കളർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഡാർക്ക് കളർ ആക്കി എടുക്കാമെന്നുണ്ട് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പാലറ്റ് നൈഫിൽ ഒരു ഡ്രോപ്പ് കളർ എടുത്തിട്ടുണ്ട്, ജെൽ കളറാണ്. ആ ഒരു ഡ്രോപ്പ് കളർ വെച്ചിട്ട് കേക്കിന് ചുറ്റും താഴ്ഭാഗത്ത് എനിക്ക് താഴ്ഭാഗം മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ മൊത്തം ചുറ്റും നിന്ന് റൗണ്ട് ചെയ്ത് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ക്രാപ്പർ കൊണ്ടൊന്ന് വലിക്കുമ്പം എല്ലായിടം ഒരുപോലെ കളറായി വരും. ഇനി പൈപ്പിംഗ് ബാഗിൽ കളർ കൊടുക്കുമ്പോഴേക്കും നമ്മൾ ആ എടുക്കുന്ന ക്രീമിലേക്ക് വളരെ കുറച്ച് അളവിൽ മാത്രം ക്രീമിൽ ലൈറ്റായിട്ട് കളർ കൊടുക്കുക. അതിനുശേഷം ഒരു ഡ്രോപ്പ് കളർ പൈപ്പിംഗ് ബാഗിൽ നേരിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ നമ്മൾ ക്രീമിലേക്ക് വളരെ കുറച്ച് മാത്രം കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. കേക്കിൽ ഒരുപാട് കളർ ആഡ് ചെയ്യുന്നത് നല്ലതല്ല, കാരണം ഒരുപാട് കളർ ആഡ് ചെയ്യുമ്പോഴേക്കും അതിലൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ ഈ കേക്ക് എന്ന് പറയുന്നത് 1 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.